മമ്മൂട്ടിയുടെ മുഖം കണ്ട് ആരെങ്കിലും വന്ന് നിർമ്മാതാവിന് പൈസ കിട്ടും. മമ്മൂട്ടിയിലൊക്കെ ഇൻട്രോ ഉണ്ട്, സാരമാണ് അത് കാണണം, വന്നിരുന്ന് കാട്ടാൻ ഒരു ഹൈപ്പ് ഇല്ല. പിന്നെ മമ്മൂട്ടിന്റെ ഒരു ആവശ്യവും തോന്നിയില്ല കഥയിൽ. വേറെ നടനെ ചെയ്താലും പക്ഷെ അത്ര ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയില്ല. മസ്റ്റ് വാച്ച് ആണ്, നല്ല ത്രില്ലറാണ്. ഡെബോ ഓറഞ്ച് ആണ്, എക്സ്പ്രഷൻ ഇല്ലാതെ പോയി കണ്ടാൽ മതി. ഒരു പറയാൻ പറ്റില്ല, അത്രയ്ക്ക് വൻ തിരിച്ചു കിടില്ല, ഒന്നും പറയാനില്ല. തീയന്നെ വെടിക്കറ്റ്. കൊള്ളാം, പടം കൊള്ളാം. നല്ല പടം, സൂപ്പറായിരുന്നു. കൊള്ളാം, നല്ല പടം. സൂപ്പർ. കുഴപ്പമില്ല, നല്ല പടം, നല്ല ത്രില്ലിംഗ് ആയിട്ട് പോകുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫ് ഉണ്ട്, അത് കണ്ടാലേ ഫുള്ളായിട്ട് പറയാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഹാഫ് ആവറേജ്, പിന്നെ സെക്കൻഡ് ഹാഫ് കൊണ്ട് കുറച്ച് ഇതായിട്ട് ചിപ്പിക്കാൻ വന്നു, പക്ഷേ അധികം എക്സ്പെക്ട് ചെയ്ത പോലെ ആയില്ല. ആവറേജ് മൂവിയാണ്, ആവറേജ് മൂവി. കൊള്ളാം ബ്രോ, ആവറേജാ. അതായത് ഒരു ക്രൈം ത്രില്ലർ, മെഡിക്കൽ ക്രൈം ത്രില്ലർ എന്ന് പറയാം. കുഴപ്പമില്ല, നല്ല പടം, നല്ല സിനിമ, കാണേണ്ട സിനിമ. കുഴപ്പമില്ല, ആവറേജ് ആണ്. ആവറേജ് അല്ല, ഒരു എബോ ഓറഞ്ച് ആണ്, എക്സ്പ്രഷൻ ഇല്ലാതെ പോയി കണ്ടാൽ മതി. നല്ല പടമാണ്. നല്ല പടം, മസ്റ്റ് വാച്ച് ആണ്, നല്ല ത്രില്ലറാണ്. കൊള്ളാം, പടം കൊള്ളാം. നല്ല ആക്ടിങ്, ജയറാം. കൊള്ളാം, കുഴപ്പമില്ല. ഇടിലം പടം കൊള്ളായിരുന്നു. നല്ല പടമാണ്, കുഴപ്പമില്ല. മമ്മൂട്ടിയുടെ മുഖം കണ്ട് ആരെങ്കിലും വന്ന് നിർമ്മാതാവിന് പൈസ കിട്ടും. കൊള്ളാം, അടിപൊളി പടം. കൊള്ളാം, നല്ല പടം. കൊള്ളാം, നല്ല പടം. ഫസ്റ്റ് ഹാഫ് നമ്മൾ 5-ാം പാതിരെ പ്രതീക്ഷിച്ച് തന്നെ പോവാം. സെക്കൻഡ് ഹാഫ് ആകുമ്പം ഒരു ചെറിയൊരു സർപ്രൈസ് പോലത്തെ ഒരു സംഭവം എക്സ്പെക്ട് ചെയ്യാം. നല്ല സംഭവമാണ്. സൂപ്പർ പടം, അടിപൊളി, ഗംഭീര പരിപാടി. ജയറാമൊക്കെ മമ്മൂട്ടിയിലൊക്കെ ഇൻട്രോ ഉണ്ട്, സാരമാണ് അത് കാണണം, വന്നിരുന്ന് കാട്ടാൽ അത് എക്സ്പീരിയൻസ്. ടി വിയിലൊന്നും കണ്ടിട്ട് കാര്യമില്ല, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സാധനം. പിന്നെ അതിലെ ഏറ്റവും വലിയ സർപ്രൈസ് ഞാനിപ്പോൾ പറയുന്നില്ല, ആ സിനിമ കണ്ട് മനസ്സിലാക്കുക, അതിപ്പോൾ പൊട്ടിക്കുന്നില്ല, ഞാൻ കാണുക. എന്തായാലും മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്ന ആ ഡയറക്ടറുടെ അല്ലെങ്കിൽ അയാളുടെ കഥയുടെ ഏറ്റവും വളരെ നല്ലൊരു ഫിലിം. ജയറാമിൻ്റെ വളരെ നല്ല സിനിമയാണ്, സൂപ്പർ ഹിറ്റ് ആവും എന്തായാലും, ഡെഫിനറ്റ്ലി വൻ തിരിച്ചുവരവാണ്. അതിൻ്റെ കഥയും സംവിധാനവും അത് പറയാതിരിക്കാൻ വയ്യ. മിഥുൻ അത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, ഡീസൻറ്റ്, എൻഗേജിങ് ആണ്, ത്രില്ലിംഗ് ആണ്, പക്ഷെ അത്ര ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയില്ല. വലിയ എക്സ്പെക്ടേഷനിലൊന്നും പോകണ്ട, കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കുക. വളരെ മനോഹരമായ സിനിമയാണ്. ജയറാമിൻ്റെ ഒരു നല്ല തിരിച്ചുവരവെന്ന് വേണമെങ്കിൽ പറയാം. സൂപ്പർ സിനിമ. പിന്നെ അടിപൊളി ലാസ്റ്റ് ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ട്, അത് ആൾക്കാരെ കണ്ടു തന്നെ മനസ്സിലാക്കട്ടെ. സൂപ്പർ. അല്ല, പടം കൊള്ളാം, നല്ല പടം, അടിപൊളി, നല്ല 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 സൂപ്പർ ത്രില്ലറാണ്. കൊള്ളാം. സെക്കൻഡ് ഹാഫിലൊക്കെ ഒരു വരക്കമുണ്ട് ഒരാളുടെ. കൊള്ളാം, നല്ല പടം, നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള പടമാണ്, ഇഷ്ടപ്പെട്ടു. നല്ലൊരു സാധാരണ ഒരു ത്രില്ലർ പടത്തിനേക്കാൾ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി റിവെഞ്ച് ഫിലിമാണ്. കൊള്ളാം. മമ്മൂട്ടി നല്ല രീതിയിൽ, ജയറാമേട്ടൻ കൊള്ളാം. ജയറാമേൻ്റെ ഒരു വലിയ തിരിച്ചുവരവെന്ന് തന്നെ പറഞ്ഞേക്കാം. അതുപോലെ തന്നെ മിഥുൻ മാനുവലിൻ്റെ വളരെ മികച്ച ഒരു സംവിധാനം. ഫാമിലി അതുപോലെ തന്നെ യൂത്ത് ഒരുപോലെ എടുക്കും പണം. അത്ര എന്താ പറയുക, 5-ാം പാതിര ജനയാലും കുറച്ചുകൂടെ മികച്ചതായിട്ട് നിൽക്കുന്നുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ഒരു പറഞ്ഞ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു വമ്പൻ ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു, അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ചേട്ടാ കുഴപ്പമില്ല, നല്ല പടം തന്നെ. ഫസ്റ്റ് ഹാഫ് ഒരു പക്ക ത്രില്ലർ പടം എങ്ങനെയായിരിക്കും അങ്ങനെ പോയി. സെക്കൻഡ് ഹാഫ് നമ്മൾ മറ്റേ സർപ്രൈസ് ഒരു എലമെൻ്റ് ഉണ്ടല്ലോ, അതുവരെ പക്ക ത്രില്ലറായിട്ട് പോയി. അത് കഴിഞ്ഞ് ഒരു ഇമോഷണൽ ജോണറിലായിട്ടാണ് പടം പോയത്. പടത്തിലെ BGM ഒക്കെ നൈസായിട്ടൊന്ന് വർക്കായിട്ടുണ്ട്. പിന്നെ ജയറാമേട്ടനും അടിപൊളിയായിരുന്നു, കുഴപ്പമില്ല. പടം കണ്ടിരിക്കാം, ഒരു നല്ലൊരു ത്രില്ലർ തന്നെ. കൊള്ളാം ബ്രോ. ലൈക്ക് ഫസ്റ്റ് ഹാഫ് നല്ലതായിരുന്നു, സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ നന്നാക്കായിരുന്നു എന്ന് തോന്നി. പക്ഷേ ഒരുവിധം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ ഒരു ഐറ്റം ഉണ്ട്, ആ ഒരു ഐറ്റത്തിന് വേണ്ടിയിട്ടായിരിക്കും എല്ലാവരും കാത്തിരിക്കുന്നത്. പടം ജയറാം അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഇടയ്ക്ക് ചെയ്ത് നല്ല ക്യാരക്ടേഴ്സിലാണ് ഒരു കമ്പാക്ക് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ മ്യൂസിക് ആയാലും ഡയറക്ഷൻ എല്ലാം കൊള്ളാം. 5-ാമത് ലെവലൊന്നും ഇല്ലെങ്കിലും ഒരു കണ്ടോണ്ടിരിക്കാൻ നല്ലൊരു ത്രില്ലർ പടം തന്നെയാണ്. തൃപ്തിയായില്ല, ആവറേജ്, എബോ ആവറേജ്. ഇല്ല, ബിലോ ആവറേജ് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം മിഥുൻ മാനുവൽ ഒരു സ്ക്രിപ്റ്റ് പോലെ അല്ല, അവിടെ ആവറേജ് ആയിട്ട് തോന്നിയത്. ഒരു ഹൈപ്പ് ഇല്ല. പിന്നെ മമ്മൂട്ടിൻ്റെ ഒരു ആവശ്യവും തോന്നിയില്ല കഥയിൽ. വേറെ നടനെ ചെയ്താലും മതിയായിരുന്നു. ഡയറക്ടർ ചോദിച്ചാൽ സാറ്റിസ്ഫൈഡ് അല്ല.